ഹലോ, അമ്മാമ്മ ഈ ന്യൂസിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ സാമ്പാറാണ്. സാമ്പാർ എല്ലാവർക്കും അറിയാം, എന്നാലും ഞങ്ങളുടെ ഒരു സാമ്പാർ നമുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നെന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പൊ ഇതെന്താണിത്? ഇതാ അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് പറയാം. ഇപ്പാണ് ഇത് അരക്കപ്പ് പരിപ്പുണ്ട്. ഈ കപ്പിൽ അരക്കപ്പുണ്ട് തൂരപ്പരിപ്പ്, അരക്കപ്പുണ്ട്. പിന്നെ പച്ചക്കറി വെണ്ടക്കയുണ്ട്, ഒരു 6-7 കൊത്തമര, ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, ഒരു തക്കാളി, ഒരു ക്യാരറ്റ്, ഒരു വഴുതനങ്ങ, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ചേമ്പിൻ്റെ കഷ്ണമുണ്ട്. മുരിങ്ങാക്കായ കിട്ടിയില്ല, മുരിങ്ങാക്കായ്ക്ക് ഭയങ്കര വിലയാണ്, മുരിങ്ങാക്കായ മേടിച്ചില്ല. പിന്നെ 2 പച്ചമുളകുണ്ട്. പിന്നെ ഇത് താളിക്കാനായിട്ട് ഉലുവയുണ്ട്, കടുകുണ്ട്, ഉണക്കമുളകുണ്ട്, കുറച്ച് വേപ്പില, മല്ലിയിലയുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, ഒരു കായം വേണം, ഒരു 4 സ്പൂൺ സാമ്പാർ പൊടി വേണം, ഉപ്പ് വേണം. പിന്നെ ഈ ബൗളിൽ ഒരു ബൗൾ വെള്ളമുണ്ട്, അത് ഒരു 4 കപ്പ് വെള്ളമാണ്. ഈ കപ്പിൽ തന്നെ ഒരു 4 കപ്പ് വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പരിപ്പ് കഴുകിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് കത്തിച്ചിട്ട് പരിപ്പ് അടുപ്പത്ത് വെക്കാം. നമുക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ തിളച്ച് പോവുകയില്ല, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പറയണം. അപ്പോൾ നമുക്ക് പരിപ്പ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ കഷ്ണമൊക്കെ അരിഞ്ഞിട്ട് വരാം. എല്ലാം നമ്മുടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ കഷ്ണങ്ങൾ വെണ്ടക്കയും തക്കാളി ഒഴിച്ച കഷ്ണങ്ങളെല്ലാം നമുക്ക് ഇപ്പം ഇതിനകത്തോട്ട് ചേർക്കാം. ഉപ്പ് ചേർക്കാം. ഒരു കഷ്ണം കട്ടക്കായം ഉണ്ടാ, ഇതാണ് നല്ലത് ഈ കായം. അപ്പോൾ ഈ കായം കൂടി നമുക്ക് ഇതിനകത്തിടാം. ഈ മുളക് പൊടി 1.5 സ്പൂൺ നമുക്ക് എടുത്ത് വെച്ചാൽ ഇടാം. ഈ മഞ്ഞപ്പൊടിയും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇത് വേകട്ടെ. ഇതൊരു പകുതി വേകാവുമ്പോൾ നമുക്ക് ഈ തക്കാളിയും കൂടി ചേർക്കാം. അപ്പം നമുക്ക് തക്കാളി ഇട്ട് ഈ 2 പച്ചമുളക് എടുത്ത് വെച്ചേക്കണത് അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വേകട്ടെ. നമുക്കൊന്ന് വേകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആ പുളി ഞാൻ പിഴിഞ്ഞെടുത്തതാണ്, അപ്പോൾ അതും കൂടി ഒഴിക്കാം. നേരത്തെ പറയാൻ മറന്നത് 2 ചെറിയ പീസ് ശർക്കരയും കൂടി വേണം, അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് പുറത്തടുപ്പിൽ നമുക്ക് ഗ്യാസ് കത്തിച്ച് ഈ വെണ്ടക്കനെ ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടക്ക നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടില്ല, കാരണം വെണ്ടക്കയൊക്കെ ഒരു വഴുവഴുപ്പാണല്ലോ. അപ്പോൾ നമ്മൾ അത് ഇട്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇട്ടാൽ മതി. ഗ്യാസ് കത്തിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ ഒഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പം കടുകിടാം, ഉലുവ ഇടാം, വറ്റൽമുളക് ഇടാം, വേപ്പില ഇടാം, വെണ്ടക്കയും കൂടി ചേർക്കാം. വെണ്ടക്ക ഒന്ന് ഫ്രൈ ആകട്ടെ. വെണ്ടക്ക ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ സാമ്പാർ പൊടി എടുത്ത് വെച്ചേക്കണം, അതും കൂടി ചേർക്കാം. തീ ഓഫ് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. വെണ്ടക്കയുടെ കൂടെ ഇട്ടാലും ശരിയാവില്ല, കരിഞ്ഞു പോകും. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ സാമ്പാറിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ എല്ലാം വെണ്ടക്കയും കൂടി ഇട്ട് ഇതിനകത്തോട്ട് ചേർത്തതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇത് കിടന്നൊന്ന് വെണ്ടക്ക ഒന്ന് വേകട്ടെ. ഇനി ആ വഴുവഴുപ്പ് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് നമുക്ക് ഈ മല്ലിയിലയും കൂടി അങ്ങോട്ട് ചേർക്കാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല. കണ്ടല്ല നിങ്ങൾ സാമ്പാർ എല്ലാം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഒരു അല്പം ഉപ്പാകാം. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ആക്കാൻ പോണേണ്. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ സാമ്പാർ. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സാമ്പാർ നല്ല ഇഷ്ടമാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി.